വീട് വെക്കണം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യണ മാതിരി ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നു, നമ്മൾ പിക്ചേഴ്സ് നോക്കുന്നു. ഓരോ വീടുകൾ കാണുമ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ എലമെൻറ്റ്സ് അവരുടെ വീടുകളിലും അവരുടെ ഡിസൈൻസിലൊക്കെ കാണാൻ പറ്റി. ലൈക്ക് ഒരു പീസ്ഫുൾ ആംബിയൻസ് ഉള്ള വീട്. അപ്പോൾ നമ്മളും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. മെയിൽ ത്രൂ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ കുറച്ച് എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നി ഓക്കെ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ ഇവർ വഴി നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ ഞങ്ങൾ അവരായിട്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. കൺസെപ്റ്റ്സിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം പോയത്. കൺസ്ട്രക്ഷൻ ഇതിന് വേണ്ടിയിട്ട് ഷിൻഡോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു ബിൽഡേഴ്സ് ഉണ്ട്, സാൻഡ് ബിൽഡേഴ്സ്. അപ്പോൾ നിങ്ങളൊന്ന് അവരുടെ അടുത്തേക്ക് പോയി നോക്കൂ. ഞങ്ങൾ ഒത്തിരി ക്ലോസ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ലാർജ്ലി 90-95% ഓഫ് ദ പ്രോജക്ട്സ് അവർ ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ സനീഷിൻ്റെ അടുത്ത് പോയി കണ്ടു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു അതെന്ന്. കാരണം ഇവരുടെ ഒരു സിനർജി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ ഹൗസ് വാമിങ്ങിന് മുമ്പ് അവർ കീ ഹാൻഡ് ഓവർ വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയപ്പോൾ ഒരു 2 ഫേം എന്നല്ലാതെ ഇവർ ഓരോ കോർഡിനേറ്റേഴ്സും, ഇപ്പോൾ സാൻഡ് ബിൽഡേഴ്സിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നാലും ശരി, ഷിൻഡോൻ്റെ കൺസെപ്റ്റ്സ് ഡിസൈനിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നാലും ശരി, അവർ രണ്ടുപേരും അവരെ എല്ലാ കോർഡിനേറ്റേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്ത് റൈറ്റ്. ഇത് അതിൻ്റേതായ ആ ഒരു ദിവസം മുമ്പുള്ളവരെയുള്ള ആ ഒരു കോർഡിനേഷൻ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതിപ്പോൾ ഞങ്ങൾ വേറൊരു ബിൽഡേഴ്സിൻ്റെ അടുത്ത് പോയാൽ അതൊരിക്കലും കിട്ടില്ലായിരുന്നു. ഈ വീടിൻ്റെ ഒരു ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ. നമ്മൾ വരവ് ഭയങ്കര കുറവായിരുന്നു. ഞങ്ങൾ കല്ലിടാൻ വേണ്ടി അവിടെ ചെന്ന് അവർ തന്നെ നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞോളാൻ പറഞ്ഞു. ഞങ്ങൾ ഡേറ്റ് ഇന്ന ദിവസം പറഞ്ഞു. അവർ തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ആ കല്ലിടുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ വന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച്ഡ് ആയിരുന്നു. നമുക്ക് ഒരു ഇൻ്റർഫിയറൻസിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. നമുക്കങ്ങനെ ഒരു കൺസേൺ ഇതുവരെ വന്നിട്ടില്ല. വർക്ക് നടക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ നമ്മൾ മെയിൽ ത്രൂ അവരെ അറിയിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് വേണ്ട ആക്ഷൻസ് അവരെടുക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വാട്സാപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ ഡെയിലി ഈ പറഞ്ഞ പോലെ ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്, ഇന്ന് എന്താണ് വർക്ക് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി അറിയിക്കുമായിരുന്നു. അല്ല ഇനി എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഓൾ ത്രൂ. പ്രത്യേകിച്ച് നമ്മുടെ സാൻഡ് കൺസ്ട്രക്ഷൻ സൈറ്റിലെ രഞ്ജിത്ത്, റയീസ്, അവരൊക്കെ വളരെ പേഷ്യൻ്റ് ആയിരുന്നു എൻ്റെ അടുത്ത്. കാരണം ഞാൻ കൂടെ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഫോട്ടോ ചോദിച്ചാൽ ഫോട്ടോ അയച്ചു തരും. അതിനൊരു മടി കാണിച്ചില്ല, ഒരു മുഷിപ്പ് എന്നോട് കാണിച്ചിട്ടില്ല. എല്ലാം ഒരു കണക്റ്റഡായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈനിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ ഇപ്പോൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഡൈനിങ്ങിൻ്റെ അവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ ഒരു ടി വി റൂമിൽ ഇരുന്ന് ടി വി കാണുകയാണെങ്കിൽ പോലും വിളിപ്പുറത്തോ അല്ലെങ്കിൽ ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്ന രീതിയിലാണ് ഇത് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫേവറേറ്റ് സ്പേസ് എന്ന് അങ്ങനെ പറയാനില്ല. ബട്ട് ആ ഒരു ഫുൾ ഡിസൈൻ ഫാമിലി ലിവിങ്, ഫോമൽ ലിവിങ്, ആ ഒരു കമ്പൈൻ സ്പേസ് അടിപൊളിയായിട്ട് തോന്നി. കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ആവശ്യത്തിന് ഇപ്പോൾ വർക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലിൻഡൽ ചെയ്യുമ്പോഴോ ഒന്നും നമ്മളുണ്ടായിരുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാളെ ജസ്റ്റ് നമുക്ക് വരാൻ പറ്റുന്നില്ലല്ലോ നോക്കാനൊന്നും. അപ്പോൾ ഒരാളെ നമ്മൾ നിർത്തിയിരുന്നു. അപ്പോൾ ആൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്നത്തെ ഒരു ഹോൾ ഡേ വർക്കൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ ആളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഓണേഴ്സ് ഇല്ലാണ്ട് ഇത്ര വൃത്തിയായിട്ട്
കോൺട്രാക്ട് കൊടുത്ത ആൾക്കാർ പണി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അങ്ങനെ ഒരു കമൻറ്റ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു കമൻറ്റിൻ്റെ ബേസിസിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരാളെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കിനും നമ്മൾ അങ്ങനെ ഒരു മേൽനോട്ടത്തിന് വേറെ ആളെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. 3D അതിലൊരു വ്യത്യാസമില്ല. 3D എന്താ കാണിച്ചാൽ അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അതിൽ അങ്ങനെ ആവില്ല എന്നുള്ളൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ വരുന്ന നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അങ്ങനെ തന്നെ വരുമോ. എന്താ പറയുക, എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞിട്ട് അവർ തന്നെ കൊണ്ടുവരുന്ന ഒരു വീട് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് അത്രയും മനോഹരമായിട്ട് നല്ലൊരു ഔട്ട്പുട്ടിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. San Homes, sheltering and nestling.